നമ്മുടെ ഹൈ റേഞ്ചിൽ ഈ വെള്ളത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത് ആദ്യം ആരംഭിച്ചത് 10-25 കൊല്ലം മുമ്പ്. അത് ഇപ്പോഴും വെള്ളത്തിന് തന്നെയാണ് ആൾക്കാർ കൊണ്ടുപോകുന്നത്. അത് ശരിക്കും എങ്ങനെ അങ്ങനെ ഒരു കൺസെപ്റ്റ് വരുന്നത് എങ്ങനെയാണ്? അത് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ റേഞ്ചിലെ ആൾക്കാർ അന്നൊക്കെ നേരെ താഴെ നിന്നാണ് ഈ സാധനം വന്നുകൊണ്ടിരുന്നത്. അന്ന് ബസ്സിൻ്റെ മുകളിലിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലോഡ് കണക്കിന് സാധനം വരുന്നുണ്ട്. അപ്പോൾ അന്ന് ഈ ബസ്സിൻ്റെ മുകളിലിട്ട് സാധനം വന്നു നമ്മുടെ ഹൈ റേഞ്ചിൽ ഓരോ കടകളിൽ കൂടെ ഇറക്കി വെച്ച് ഈ കച്ചവടം നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി അങ്ങനെ ഒരു യൂണിറ്റ് നമുക്കിവിടെ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇത് തെറ്റില്ലല്ലോ എന്ന്. അങ്ങനെ ഇതിനൊരു പ്രചോദനം ഉണ്ടായി, അങ്ങനെ ഒരു തോന്നൽ വന്ന് ഈ കാര്യത്തിലേക്ക് ആയത്. ഇതിൻ്റെ റോ മെറ്റീരിയലൊക്കെ റോ മെറ്റീരിയൽ പ്ലാസ്റ്റിക്, നമ്മൾ റബ്ബറിന് ഇടുന്ന ഷെയ്ഡ്. ആ പ്ലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. റബ്ബറിന് ഷെയ്ഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഗ്രാനുവൽസ് വാങ്ങാൻ കിട്ടും. ഗ്രാനുവൽസ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്വാളിറ്റിയുള്ള ഈ പൈപ്പ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് ഈ വെള്ളത്തിന് കൊണ്ടുപോകാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരും, ലാഭകരമല്ല. അപ്പോൾ അവർക്ക് ലാഭകരമല്ല. വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നമ്മളിപ്പോൾ വാങ്ങുന്ന ഇതിൻ്റെ വില വെച്ചിട്ടാണല്ലോ കൊടുക്കുള്ളൂ. വാങ്ങുന്നവർക്ക് ബുദ്ധിമുട്ട് വരും. ഇതിപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ആ പേപ്പർ എടുത്തിട്ട് റോ മെറ്റീരിയലാക്കി നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നടക്കും. ഇത് ശരിക്കും മെഷീൻ, ഇതിനുള്ള മെഷീനൊക്കെ അന്നേരം ഇവിടുന്ന്? മെഷീൻ കോയമ്പത്തൂരിൽ നിന്നാണ് എടുത്തത്. അത് നമ്മൾ അസംബിൾ ചെയ്ത് ഉണ്ടാക്കണോ അത് അവരവിടെ ഇതുണ്ടോ? അവിടെ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള മെഷീൻ അവർ ഉണ്ടാക്കി തരും. അവിടെ 2-3 കമ്പനിയുണ്ട്. ജോസ് ചേട്ടൻ ഒരു വ്യവസായ സംരംഭം കൂടി ഇവിടെ നടത്തുന്നുണ്ട്. കൃഷിയിടങ്ങൾക്ക് ആവശ്യമായ ഹോസ് നിർമ്മാണമാണ് അത്. 1/2 ഇഞ്ച് മുതൽ 2 ഇഞ്ച് വരെയുള്ള ഹോസ് ഇവിടെ നിർമ്മിക്കപ്പെടുന്നു. അതും പല മെഷീനറികളുടെ സഹായത്തോടെ. അതിനായി ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു റബ്ബർ മരങ്ങൾ മൂടാനായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ്.